Hello everyone, welcome back to our channel. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ടിഫിൻ ബോക്സിൽ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് കോമ്പിനേഷനായിട്ട് ഒക്കെ എടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പീച്ചങ്ങയാണ്, റിഡ്ജ് ഗാർഡ്, ഇതേപോലെ നമുക്ക് സ്കിൻ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി സ്കിൻ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, സൈഡിൽ കട്ടിയുള്ള അത് മാത്രം മാറ്റിയാലും കുഴപ്പമില്ല. ഇതേപോലെ സ്കിന്ന് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് കഴുകി എടുത്ത ശേഷം നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് അല്പം കടുക് ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പീസസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഈ ടൈമിൽ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ചെറിയൊരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പീസസ് ഒക്കെ ഒന്ന് കുക്കായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇതിനകത്ത് പീസസിൽ തന്നെ ഉള്ള വെള്ളമാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർക്കാം. രണ്ട് 3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് അല്പം കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ നമ്മൾ കടുക് ഇട്ടതിന് ശേഷം 1 2 ചെറിയ ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പീസസ് ഇട്ടാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ തോരൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്ക് ചോറിനൊക്കെ സൈഡ് ഡിഷ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ടൈമേ ഉള്ളൂ, അല്ലാതെ കുക്കിങ്ങിന് അധികം ടൈം എടുക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഒരു ക്യാരറ്റും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് നമുക്ക് ഈ തോരൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ തോരൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you so much for watching this video. Thank you.